ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞങ്ങളുടെ മണ്ണുത്തി LICയുടെ ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി നെല്ലിയാമ്പതിക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഓൾറെഡി ബസ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഈ പമ്പിൽ നിന്ന് നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നേരെ നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ട് പോത്തിൻ്റെ ഡാമിലേക്കാണ്. അങ്ങനെ നമ്മളൊരു 9:30 കൂടിയിട്ട് നമ്മൾ പോത്തിൻ്റെ ഡാമിൻ്റെ അവിടെ എത്തി. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. ഡാമിൻ്റെ എൻട്രി ഫീ വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരം വൈകുകയാണെങ്കിൽ പിന്നെ ഡാം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഡാമിൽ കയറിയത്. അങ്ങനെ ഞങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ ഇതേ കുറച്ച് ഭീകരന്മാർ ഇവിടെ ചേച്ചിമാരെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ. നല്ല എന്താ പറയുക, അത്രയും ഭംഗിയാണ്. നമ്മളങ്ങനെ നിന്ന് പോവും അവിടെ. അങ്ങനെ എല്ലാവരും ഡാമിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ടീം. ഇപ്പോൾ പിന്നെ എവിടെ പോയാലും ടൂറ് പോയി അവിടെ നിന്നൊരു റീൽസ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ട്രെൻഡ്. അപ്പോൾ ഇതേ നമ്മുടെ കുട്ടികളെന്താ ഇവിടെ റീൽസിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴത്തെത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് പാർക്കിൽ നിന്ന് പോയി നോക്കാം. അത്യാവശ്യം കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാനുള്ള കുറേ ഗെയിംസുകളോടെ അവർ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, സ്കൈ സൈക്ലിംഗ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ ഷൂട്ടിങ്ങിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മളൊരു 11:30 കൂടി അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നേരെ ഇനി നെല്ലിയാമ്പതിക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ എണ്ണമൊക്കെ അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ അത് അവിടെ നിന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ നിന്ന് പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോത്തിൻ്റെ ഡാം അങ്ങനെ കാണാൻ പറ്റും. നമ്മളവിടെ നിർത്തുന്നൊന്നുമില്ല, വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ശരിക്കും നെല്ലിയാമ്പതിക്ക് പോകാൻ ഏറ്റവും നല്ല സമയം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്ററുകളുണ്ട് നെല്ലിയാമ്പതി പോകാനായിട്ട്.
ഇതിപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ളൊരു മെയിൻ വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഇറങ്ങി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഡോറൊക്കെ തുറന്ന് വെച്ചാൽ ചുള്ളന്മാരെല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. അവിടെ നമ്മൾ നേരെ ഇറങ്ങാണ്. നേരെ വന്നത് കേശവൻപാറയ്ക്കാണ്. നമ്മൾ ഏകദേശം എത്തിയപ്പോൾ ഒരു 12:45 ടൈം. 12:45 ആയതുകൊണ്ട് കുറച്ച് പേർക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാലും നമ്മൾ കേശവൻപാറ വ്യൂ പോയിന്റിലേക്ക് കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും പോയി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. സംഗതി നല്ല വെയിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നെല്ലിയാമ്പതി പോകാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ടിക്കറ്റ് എടുക്കണം. ഇവിടെയും ചെറിയൊരു ചാർജ് ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തുടങ്ങിയാൽ നമ്മൾ ശരിക്കും ഒരു കാടിൻ്റെ ഉള്ളിൽ കയറിയ പ്രതീതിയാണ്. കേശവൻപാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ല, അടിപൊളിയാണ്. എല്ലാവരും അവിടെ വന്നിട്ട് കയറാതെ പോകരുത്. എന്തായാലും അവിടെ കയറി കണ്ടിട്ട് തന്നെ പോകണം. ഇനി നമ്മൾ ബസ്സിൽ വന്നതുകൊണ്ട് നമുക്ക് ഇനി ജീപ്പിലാണ് നമ്മുടെ വ്യൂ പോയിന്റ് കാണാനൊക്കെ പോകാനുള്ളത്. നമ്മൾ ബസ് നമ്മുടെ കേശവൻപാറയിൽ ഇടുമ്പോൾ തന്നെ അതിന് ചുറ്റും ജീപ്പുകളുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ജീപ്പ് റെഡിയാണ്. നമ്മളങ്ങനെ ഇനി 2 വ്യൂ പോയിന്റിലേക്കാണ് നമ്മളവർ കൊണ്ടുപോകുന്നത്. 8 പേര് വെച്ച് പോകാം ഒരു വണ്ടിയിൽ. 2000 രൂപയാണ് അവർ ചാർജ് ചെയ്യണത്. നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റിൻ്റെ വേറൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നും കൂടി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മുടെ യാത്ര തുടരാനായിട്ട്. അപ്പോൾ നമ്മളവിടെ എത്തി. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് 50 രൂപയും ഒരു ജീപ്പിന് 100 രൂപയും വെച്ചിട്ടാണ് നമ്മളിവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് എൻട്രി ടൈം വെച്ചിരിക്കുന്നത്. 6 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങി പോകും വേണം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ഓഫ് റോഡ് നമ്മളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചാടി പയ്യെ പോയി തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ വലിയ ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ട് തുടങ്ങുമ്പോൾ നല്ല ചാട്ടങ്ങളാണ്. വണ്ടിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഏത് സമയത്ത് നമ്മളെ കഴിഞ്ഞ് താഴ്ത്തിക്ക് പോകാം. അയ്യോ, വണ്ടി അടിച്ചാൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ. നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഇത്തിരി പേടിയൊക്കെ തോന്നുമെങ്കിലും നമ്മളെ ജീപ്പ് ഓടിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ വെറും സിമ്പിൾ. അവർ ആ ഒരു മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടിയിലുള്ളത് പിന്നെ ഫുള്ള് പിള്ളേരുകളാണ്. അവരടിച്ചു പൊളിക്കുകയാണ്. വണ്ടിയിൽ ചാട്ടം കൂടുന്നവരും സന്തോഷം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന പോലെ. അങ്ങനെ പാട്ടും പാടി തുള്ളിച്ചാടി ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്.
ഇത് കണ്ടോ, നമ്മളിവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. നല്ല രസമാണ് കാണാനായിട്ട്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ആദ്യത്തെ വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ പോരാണ്. നമ്മൾ സെക്കൻഡ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പോകുന്ന വഴി ഇത്തിരിയും കൂടി ടാസ്ക്കാണ്. നമ്മളെ ഡ്രൈവർമാർ പിന്നെ ഫുൾ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഇതൊന്നൊരു വിഷയമല്ല. വണ്ടി കണ്ട ഫുള്ള് ചാടി കടന്നിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റും. സംഗതി വണ്ടി ഫുള്ള് ചാടിയാണ് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ പിള്ളേരും അതിനെ അടിച്ച് പൊളിച്ച് പാട്ടും പാടി ചാടിയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നുള്ള നമ്മുടെ വ്യൂ പോയിൻ്റാണ്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ബ്രഹ്മരം സിനിമയിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചുറ്റും മലനിരകളാണ്. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. ഗംഭീര സ്ഥലം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ 2 വ്യൂ പോയിന്റുകളും കണ്ടു കഴിഞ്ഞ് ഇനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിനി ടൈമില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് വരുന്നവർ ഒരിക്കലും ട്രക്കിങ് മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.